ഇതൊരു ദിവസം തീരുന്ന എനിക്കൊന്നില്ല. മിനിമം 2 ദിവസങ്ങൾ വേണ്ടി. അടുത്ത് പെറുക്കി വെക്കുന്നതിനെക്കാട്ടും എല്ലാം കൂടെ വലിച്ചു വാരി കത്തിക്കുന്നതാ. ആ തീപിടിങ്ങനത്തെ തൊട്ടുപോരുത്. വിളിച്ചപ്പോ വരണായിരുന്നു. ഇതിപ്പോ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് എനിക്കറിയാം. മുറി നടക്കാൻ ഇതേ ഉസ്മാനിക്ക് ഏൽപ്പിച്ച കൊട്ടേഷനാ. അമ്മായി എങ്ങനെ മാറുന്നേ? അമ്മായി നിന്റെ ഹായ് 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 നമിത. ഇതെന്ത് സംഭവം? ഉസ്മാനിക്കെ വിളിച്ചപ്പം രാവിലെ ക്ലീൻ ചെയ്യാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണല്ലോ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. നിങ്ങൾ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. അത് ക്ലീൻ ചെയ്യണ്ട. പിന്നെ ഇതിങ്ങനെ കിടന്നാൽ മതിയോ? ഞാൻ ക്ലീൻ ചെയ്തോളാം. ആകെ അലമ്പാണല്ലോ. ഒരു മൂഡ് ഔട്ട്. ഇയാളാണ് ഇവിടെ താമസിച്ചിരുന്നത്? എന്നെ ഞാനൊരു കഥയുടെ ബാക്കി ഇവിടുന്ന്. എന്താടി ഇത്? നീ ഇവിടെ മ്യൂസിക് പഠിക്കാൻ വന്നാണോ അതോ കഥ വായിക്കാൻ വന്നാണോ? ആ കുരുവിള എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് ഇവിടുന്ന് തന്നെ നമ്പർ കിട്ടിയത്. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. നീ ആ കഥയും കുരുവിളയൊക്കെ വിട്ട് ചുമ്മാ ഹാപ്പി ആയിട്ടിരിക്കും. കുരുവിടെ വിടാം, പക്ഷേ കഥ കൊള്ളാം. ഈ കഥയും ജീവിതം എന്നൊക്കെ പറഞ്ഞ രണ്ടും രണ്ടാ കേട്ടോ. അതെ ബോട്ട് പോകും. ചേച്ചി രക്ഷി ചേച്ചി, മാറരുത്. ഏതാ പെർഫ്യൂം ചേച്ചി? വാന്നേ വാ, പിടിച്ച് കൈ പിടിച്ച് വാ വാ. ഇത് പൊളി മച്ചാനാണ്. മച്ചാനിൽ ഒരു കലക്കം സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്നൊരു സാഹിബിന് വേണ്ടി ഞാനൊരു പ്രാവശ്യം വണ്ടിക്ക് വില പറഞ്ഞു നോക്കിയതാ. എന്റെ പൊന്നോ, എങ്ങനെ സ്കൂട്ടായെന്ന് ആ പ്രാന്തം കുരിച്ചിന് മാത്രമേ അറിയുള്ളൂ. ഇയാളെ ഒന്ന് തപ്പിത്തരാവോ? തപ്പാനാ? കണ്ടുപിടിച്ചരാവോ? എന്റെ സിസ്റ്ററെ, ഇതൊന്നും നമ്മുടെ റൗസറിക്കുന്ന ടീമല്ല. ഇതില് ആരെങ്കിലും മനസ്സിലായോ? ഇതെന്താണ് ആട് സ്പൈക്കാ? ഇയാൾ നമ്മുടെ ആടകുട്ടിക്ക് പോലെ ഉണ്ട് കേട്ടാ. പിന്നെ ഇത് നല്ല പരിചയമുണ്ട്, പക്ഷെ ഫോക്കസ് അങ്ങോട്ട് കിട്ടണില്ല. കിട്ടും കിട്ടും കിട്ടാൻ അവിടെ പോരാ. ഇതാണ് വീട്. അപ്പൊ ശരി, ഞാൻ നിൽക്കണില്ല. ജർമ്മനിയിൽ നിന്ന് ഒരു ടീം വെയിറ്റ് ചെയ്യണം. അപ്പൊ കാണാം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതിന്റെ കുറെ ബുദ്ധിമുട്ടുണ്ടായില്ലേ. റാഹിയ, വെള്ളം. പിന്നെന്താ കാണണോന്ന് പറഞ്ഞത്? അത് ഉസ്മാനിക്ക, ആ മുറിയിൽ നേരത്തെ താമസിച്ചതാരാ? അതൊരു ജിന്നാണ് മകൻ. അതാണ് ഞാൻ മുറിയൊക്കെ ഒന്ന് വെടിപ്പാക്കിയിട്ട് കേറിയാ മതി എന്ന് പറഞ്ഞത്. ബാധ കേറിയല്ലേ? അത് താങ്ക്സ്. എനിക്ക് അവിടെ നിന്നൊരു കോമിക്, ഒരു കഥ കിട്ടിയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി എന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല, ആളെ ഒന്ന് കണ്ട. കഥയുടെ ബാക്കി തപ്പി നടക്കാൻ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ദേ, മൂപ്പർ ഇവിടെ വന്നപ്പോൾ മരച്ചിട്ടിട്ട് പോയതാ. ഇതിന്റെ ബാക്കി എന്താന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, മൂപ്പരോട്ട് പറഞ്ഞിട്ടുമില്ല. ഇത് പാത്തുമ്മാന്റെ വീട്. ഉമ്മക്കുൽസുന്റെ വീട് എവിടെയാ? ഉമ്മുക്കുൽസുന്റെ വീടല്ലേ? ആ, ഇപ്പൊ ശരിയാക്കി തരാം. മൂപ്പരിപ്പ് എവിടെ ഉണ്ടെന്ന് അറിയോ? അത് മാത്രം ചോദിക്കരുത്. വിചാരിക്കാതിരിക്കുമ്പോ ഒരു വരവ് വരും, അതാ പതിവ്.
എപ്പോഴാന്ന് മാത്രം പറയാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴി? വിളിക്കാൻ ഫോണോ കത്തെഴുതാൻ വിലാസമോ ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും വന്നാൽ ഡേവിഡിന്റെ വീട്ടിൽ വരും. അവിടെ ടച്ച് ചെയ്തിട്ടേ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പള്ളിമേടയുടെ തട്ടുംപുറത്ത് മാലാഖമാരുണ്ടെന്നും പറഞ്ഞേ കൊച്ചിലെ തപ്പിപ്പോയ ആളാ നീ. അങ്ങനെ അല്ല എൻ്റെ രാഹേലെ, ഇതെല്ലാം നല്ല ഉഗ്രൻ സ്കെച്ചുകളാ. പിന്നെ ഞാൻ താമസിക്കുന്ന റൂമും അയാളും ആ കള്ളനൊക്കെ തന്നെയാ ഈ കഥയിലുള്ളത്. തപ്പി തപ്പി ഒരുപാട് ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ. നിന്റെ ആങ്ങളെ വിളിച്ച് നമ്പർ ചോദിക്കുന്നു. അയ്യോ അതിപ്പോ കൊടുത്തേക്കല്ലേ, ഞാൻ പറയാം. ഓ ശരി. മിസ്റ്റർ ഡേവിഡ്, അവന് പ്രാന്താണെന്നാ നാട്ടുകാർ പറയുന്നത്. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ആരെങ്കിലും ഈ പണി ചെയ്യുമോ? ആളുകള് നീ കൂടുതൽ സംസാരിക്കരുത്. എടോ പണിക്കർ ഡോക്ടറെ, അവന്റെ ബർത്ത്ഡേ അവന്റെ രീതിയിൽ അങ്ങ് ആഘോഷിക്കും. നീ നേരെ ആവത്തില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അവൻ ചാവാത്താന്നോ അതോ ചത്തെന്ന് പറഞ്ഞ് പരസ്യം അവൻ ചത്ത് കാണാനുണ്ടോ എനിക്ക്? മുതിർന്ന ആൾക്കാരൊക്കെ എങ്ങനെ തുടങ്ങിയാലോ? സമാധാനായിട്ട് കുടിക്കേ തിന്നെ ഒന്നിനും സമ്മതിക്കില്ല. വെറുതെ അടിച്ചേ അസെ സ്വന്തം മരണം കേട്ടറിഞ്ഞു വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ഇട്ടതല്ലേ പരസ്യം. ഒരു മരണക്കളി ശരിക്കും അടാറ് പരിപാടിയായിപ്പോയി. ഞാനങ്ങ് ത്രില്ലടിച്ചിട്ടെ ഹോ ജയന്റ് വീലിൽ കയറിയ ഫീലായിരുന്നു. നമ്മൾ ഡെഡ് ബോഡി ആയാൽ ഏതൊക്കെ ബോഡീസ് കാണാൻ വരുമെന്ന് ഒരു സെൻസസ് എടുത്താൽ പിടികിട്ടും. പക്ഷെ പിടി കിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. വെണ്ണിമലയെന്ന് കത്രീനാമ്മ വന്നിരുന്നു. ഒട്ടും വയ്യ, സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുമോനെയും കൂട്ടിയാ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യ, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരൻ തീവണ്ടി ദാസ്. പിന്നെ എന്മകജയെന്ന് ചന്ദ്രൻ. എല്ലാവരും ഇഷ്ടം പോലെ തല്ലി. ഇനി അടി കിട്ടാൻ ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സ്നേഹം കൊണ്ടാ അസേ, നിങ്ങളെപ്പോലെ എല്ലാവർക്കും മുഴിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തുപോയ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? വിഷം പിടിച്ചത് ഞാൻ എന്നാ തരണ്ടേ? പറ, ഇനി അടിക്കണം, അടിച്ചോ.